Good afternoon, everyone. Today, on 25/8/2020, I welcome you all to the book release named An Introduction to GST Laws, written by Advocate Bobby John Pulikaparambin. I would like to invite Advocate T.K. Ajit Kumar, Secretary, KCA, to deliver the welcome speech. ഹലോ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സീനിയർ അഡ്വക്കേറ്റ്സ്, മറ്റേ അഭിഭാഷക സുഹൃത്തുക്കൾ, ഒരാഴ്ചയ്ക്കകം രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത്. അതും ബുക്ക് റിലീസ്. നമ്മുടെ അഡ്വക്കേറ്റ്സ്, പ്രതിഭാധനരായ നമ്മുടെ കൂട്ടുകാർ, അവരുടെ ആർജവം തൂലികയിലൂടെ ഒഴുകി ബുക്കുകളായി പരിണമിച്ച് നമുക്കായി അവ പകർന്നു നൽകുന്നു. ബോബി ഈ പുസ്തകരചനയ്ക്ക് വേണ്ടി ഒരുപാട് നാൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അതിനുവേണ്ടി റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. ഒരു ഇൻട്രഡക്ടറി ബുക്കാണ് ഈ സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം, GST സംബന്ധിച്ചിടത്തോളം. എങ്കിലും എന്താണ് GST, എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് ഈ പുസ്തകത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകും. ഇന്ന് ഈ നിമിഷം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് എന്ന് എനിക്കും നിങ്ങൾക്കും കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. COVID-19 റെസ്ട്രിക്ഷൻസ് നമുക്കുണ്ട്. നമ്മുടേതായ എല്ലാ രീതിയിലും നമ്മൾ ചെയ്യേണ്ട എല്ലാ ഔപചാരിക കടമകളും കൃത്യങ്ങളും ചെയ്യാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എങ്കിലും ഇങ്ങനെയെങ്കിലും ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ R. ലക്ഷ്മി നാരായണൻ. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബോബി എഴുതിയ ആൻ ഇൻട്രൊഡക്ഷൻ ടു GST ലോസ് എന്ന ഈ പുസ്തകം പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് നമുക്കേറെ പ്രിയങ്കരനായ, നമ്മുടെ എല്ലാം അഭിഭാഷകനായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം കൂട്ടുകാരനായിരുന്ന, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജഡ്ജി ശ്രീ ബെച്ചു കുര്യൻ തോമസ് ആണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഈ ബുക്കിൻ്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നത് മുൻ DGP ആയ അഡ്വക്കേറ്റ് ശ്രീ ആസഫ് അലി സാറാണ്. അദ്ദേഹത്തെ നമുക്കറിയാം, നല്ലൊരു വാഗ്മിയാണ്. ഞാൻ നിങ്ങളെ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. അദ്ദേഹം ഈ പുസ്തകത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ പൊതുവായ പ്രശ്നങ്ങളെക്കുറിച്ചും കൂടുതൽ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ശ്രീ ആസഫ് അലി സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യും. അതുപോലെ ഇന്ന് നന്ദി പ്രകടനത്തിനായി നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ MR ഹരിരാജ് ഉണ്ട്. MR ഹരിരാജിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങ് വീക്ഷിക്കാനെത്തിയ എല്ലാ മാന്യ സീനിയർ അഡ്വക്കേറ്റ്സ്, മാന്യ സുഹൃത്തുക്കൾ, എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം. Thank you, Ajit sir. And I would like to invite Advocate R. Lakshmi Narayan, President of KCA, to deliver the presidential address. Honorable Justice Bechu Kurian Thomas, respected Senior Advocate T. Asaf Ali, the former Director General of Prosecution, my dear friend Bobby, my dearest friend T.K. Ajit Kumar, and other colleagues in the association committee and others. It's a very happy moment. I'm extremely delighted to be a participant in this function, a book release
though he claims in the foreword, the author claims in the foreword that it's only a introduction and useful only for beginners. When I read these certain parts of the book, it is especially, though it is especially for the beginners, very useful for lawyers also, especially lawyers like me, and because the tax law is not a cup of tea. It's not my cup of tea. And if you ask what is my cup of tea, I will not disclose anything because when just after enrollment, one Bombay senior lawyer I met in a function, he asked me what is your, which brand you claim to be an expert. That was his question. Which brand you claim to be an expert. At that time I was about to say something like civil and all that. Then I just again recollected what was his question. Then I got the real question. Claims to be. I said, sir, none. So, it's very difficult area, and because it was so difficult, the LLB, I preferred for labor, even though there was an option to take tax also. And I am very fortunate that we studied together. He was my junior, Justice Bechu Kurian Thomas, and always a bright student that time. And now also Justice Bechu is certainly a student of law. He will claim to be a student of law always. And we have with us Asaf Ali sir, great orator. And I just remember when I was the senior government pleader attached, allotted with the court number 3B, Justice P.R. Raman. That was very wonderful. 3 years period, continuous stretch, I was serving that court. One day, some contract case, I was representing the government, and that case, the bench said that we are not inclined to allow your appeal, but we will reduce some, interest rate. Instead of 9%, we will, grant 6% to the contractor. So some liability of the government will be coming down. Then his lordship said, then please calculate on the basis 6% interest instead of 9. I said, without the calculator, I can't do that. So lordship, it was very, lordship, P.R. Raman was very humorous, very sober, very sensible, great gentleman. He was just smiling at that, and he said, Lakshmi Narayan, you, so I was wondering, and he smiled. Then again he said, why you are not reacting? I said, Kanakkum Arilla, you didn't get my point. I said, because last 3 years I am serving this court, your lordship, senior GP, and by this time your lordship must have convinced yourself that because I handle many branches in habeas corpus, police protection, civil, whatever jurisdiction. So by this time your lordship may be convinced that I don't know anything of that jurisdiction. Now your lordship says that you don't know even mathematics. So I concede, that is why I am not reacting. That was a very fascinating story regarding GP period. So my friend Bobby, he was a government leader, an excellent book. It carries the decisions, the relevant decisions, as well as very inputs for a beginner to understand the different angle, different perspective of law. It will be useful to the lawyer community. I am extremely happy. I congratulate him. I know the efforts, the sincere efforts he has taken, and I wish that more books, more legal books will be coming from the authorship of Bobby. Thank you very much. Thank you, sir. Now I would like to invite Honorable Justice Bechu Kurian Thomas, sir, to release the book and to address the gathering. Thank you, T. Asif Ali, former Director General of Prosecution, for receiving the press. I have great pleasure in releasing that book.
I did not say that from there because I wanted the mic to be in place. President of our association, Lakshmi Narayanan, our respected advocate, Sri Asif Ali, the author of the book, Sri Bobby John, and the secretary of the association, Ajit, and all others present here and viewing online. ഒരു ഇംഗ്ലീഷ് പുസ്തകം, ഇംഗ്ലീഷിൽ എഴുതിയ പുസ്തകം അനാവരണം ചെയ്യുമ്പോൾ അത് മലയാളത്തിൽ പ്രസംഗിക്കുന്നത് അഭികാമ്യമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. ഒരു പരിധിക്ക് ഒരു നിമിഷം ഞാൻ അജിത്ത് മലയാളത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഇംഗ്ലീഷിൽ വേണോ മലയാളത്തിൽ വേണോ എന്ന്. എന്നാൽ പുസ്തകം ഇംഗ്ലീഷ് ആയതുകൊണ്ട് മലയാളത്തിന് പകരം ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. Most of us would have dreamt or would be dreaming of writing a book. I have dreamt, I still dream, but I've never been able to. Most of you also would not have been able to. But here is a young lawyer who put his dream into a reality. That reality, if one goes through the book, I went through, out of 241 pages of the book, I went through 130 pages. I was amazed in the manner in which the book has been written. Generally, if we take any law book, we will find a statute extracted into the book. Few decisions, right from the cause title till the judge's signature, will also be extracted. No input from the author gets into most of these law books. Or whatever is there in the law book, it will be a repetition of few judgments. I often wondered whether one can call it as a book or as just a compilation of a statute or few decisions. But when Bobby handed over me this book, and when I went through that, I found he wrote the book with great amount of sincerity. It is not just sincerity from the point of view of an author of a book. Generally, when people write books, what we could notice is they write it from the point of view of the author. They never look at the audience, or most of the times they don't look at the readers who would be reading the book. What Bobby has done in this, he has stepped down from the position as a lawyer, he has stepped down from the position as an author of a book, and gone and sat in the armchair of a reader or a learner. I'm not specifically mentioning a student, but a learner, and contemplated as to what would be beneficial for a reader from a book that I intend to write. I have not spoken to him about this. I assume that this is what he's done. From the point of view of the reader, he got their mind, and then started writing. What is a GST? We know that Goods and Service Tax Act. We have all come across, in our times it was sales tax, then came value added tax, now it's Goods and Service Tax Act. A lot of jargons are there, legal large jargons are there. From the point of view of a learner, Bobby has been able to do an amazing work in teaching everyone as to what GST is all about. This, I would say, is truly a remarkable book which every law office, every lawyer, every student of law, and every judge must possess. Why I said judge is because I was telling Bobby just before I came here, I wish I had this book few months back with me. Out of the blue, I was asked to sit in a single bench, and suddenly a GST matter came up. As a lawyer, I thought I had handled various fields, including tax, but GST is something which I had never touched. It was VAT and sales tax. So I was a little perturbed by the GST matter that came up. Of course, I did a little bit of homework after the
case was over and then corrected the judgment. But yesterday night when I was reading this book, I found that if I was in possession of this book earlier, it would have done a tremendous lot of benefit for me and correspondingly to the litigant and to the lawyers. So I would say this is really a wonderful work which he has done. And in the last page, he has quoted Dr. Manmohan Singh's statement that came on January 4th, 2007 in the Business Standard, where he says, reform is not an event, but a process. It is a process, a long journey, a long process that continues. I would say this book, An Introduction to GST, should not be an event. It must be a process. That process of a long journey that is going to continue for a few more years with several revised editions, which will certainly benefit not only the students, the lawyers, but even the judges also. I wish Bobby a great success in this book, and I'm sure he's going to come out with several revised editions. Before parting, I would like, just as a request, I wish there was a subject index at the concluding portion of this book. That would have also helped people like us who would suddenly want to find out a word or something on it and could easily be directed to that particular page. So if you come up with, when you come up with a revised edition, it would be beneficial for the readers to have a subject index also. With this, I wish Bobby John all the best in all his future endeavors. A bright youngster coming up for this legal fraternity. All the best. Thank you. Now I would like to invite Advocate T. Asaf Ali, former Director General Prosecution, to address the gathering. Thank you, sir. Most respected Justice Bichu Kurian Thomas, the President, Secretary, Mr. Bobby John, and other eminent personalities on the dais and off the dais. It's really an honor to receive a book authored by Mr. Bobby John on a very unique subject in taxation law. This book is being released at a time when the authoring books and releasing etc. are all facing a big challenge in internet world. Every library of the lawyers has reduced into softwares. And this book he could venture to write only because of his determination and dedication on the subject. My association with Bobby John starts really in the last regime as a successful GP in taxation. His meritorious service, I still remember, contributed a lot to save the government from all kinds of tax evasion cases. This function is peculiar due to various reasons. The very presence of Honorable Justice Bichu Kurian Thomas has added order and color, because a great personality who conquered the inner compartments of the minds of the members of the legal fraternity and judiciary within short period as a judge and a long period as a lawyer, he made miracles. So he is the most suitable person to release a book like this. This legislation, I would say, is a result of a legislation of reforms, a product of reforms, economic reforms started by Narasimha Rao and Dr. Manmohan Singh early in the 90s. I am sure that this is a great beginning, that too a Malayali author starts on a very unique subject in taxation laws. I am sure that this book will popularize all over India and abroad. And I wish Bobby John a great future in the field. I pray God Almighty, I wish you a glorious future than your bright past. I thanks again for having considered me to receive this book from this great personality, Justice Bichu Kurian. Thank you. Thank you, sir. Now, author himself,
to give his views about the book. So I would like to invite Advocate Bobby John Pulikeparambe to give his words about the book. Thank you, sir. Respected President of the Association, Advocate R. Lakshmi Narayanan, Honorable Justice Bechu Kurian Thomas, Advocate T. Asaf Ali, former Director General of Prosecution, the Secretary of Association, Ajit, and Vice President of the Association, M.R. Hariraj. എൻ്റെ ബുക്കിനെ കുറിച്ച് ഞാൻ തന്നെ പറയുന്നത് ഒരു അഭംഗിയായതുകൊണ്ട് ഇങ്ങനെ എന്നെ വിളിക്കുന്നത് പ്രസംഗിക്കുന്നത് എനിക്കിഷ്ടമാണെങ്കിലും വിളിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്, ഓർഡർ എന്തെങ്കിലും 2 വാക്ക് പറയണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഐ ബിലീവ് ഇൻ ദ പ്രിൻസിപ്പിൾ പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഇസ് ഇൻ ഈറ്റിംഗ്. അതുകൊണ്ട് മൈ ഹംബിൾ റിക്വസ്റ്റ് ഈസ് ദാറ്റ് all of you purchase a book, read it and make a comment, appropriate comment. I am very much glad about the good words said about me, particularly none other than Justice Bechu Kurian Thomas, who is a proud for our legal fraternity here for 2 things. He is a son of the great legal luminary of Kerala, that is Justice K.T. Thomas. Secondly, he himself is a senior advocate, elevated to the bench. Therefore, I am very much glad about the words said about me by him. Secondly, we know Asaf Ali sir is a master in many subjects, and he has kindly consented to attend this function. I am particularly glad about the words said about me by the Asaf Ali sir also. Then, writing a book about GST, you know. GST, there are so many books about GST. Markets are flooded about books on GST. But what prompted me to write this book is that there is a space for a book dealing with the concept of GST in a very lucid and simple manner. Therefore, I made an attempt, and I think to a certain extent I succeeded in that attempt. Particularly, I was confident about this book because Justice Nagaresh has written a very good foreword to the book also. I am very much obliged to him also. And saying about this function, ഈ ഒരു ബുക്ക് ഇവിടെ പ്രകാശനം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇരുന്ന ആളല്ല ഞാൻ ഇതിൻ്റെ ഫോർവേഡ് എഴുതിയിരുന്ന ജസ്റ്റിസ് നഗരേഷ് സാർ, ഇത് മാർച്ചിൽ കംപ്ലീറ്റ് ആയി പ്രസ്സിൽ പോയ ബുക്കാണ്. അത് ലോക്ക്ഡൗണും റെസ്ട്രിക്ഷനും കൊണ്ട് അത് ഹെൽഡപ്പായതാണ്. ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എനിക്ക് ഓർഡർ കോപ്പി അയച്ചു കിട്ടിയപ്പോൾ ജസ്റ്റിസ് നഗരേഷ് സാർ ഫോർവേഡ് എഴുതിയ സാറിനെ കണ്ടൊരു കോപ്പി കൊടുക്കണം എന്ന് ഉദ്ദേശത്തോടെ സാറിനെ ചെന്ന് കണ്ടപ്പോൾ സാറാണ് പറഞ്ഞത് ഒരു ബുക്കായാലും ഒരു പ്രകാശനം വേണം. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഫോർവേഡ് എഴുതി വേറെ ഒരു ജഡ്ജിനെ വിളിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം ഡെപ്യൂട്ടി സാറിനെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു. ഞാനപ്പോൾ സാറിനോട് പറഞ്ഞു ഇവിടെ ഈ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഗൂഗിൾ മീറ്റ് വഴിയോ ഒരു റിലീസ് നടത്തിയാൽ മതി പേരിന്. അപ്പോൾ സാർ പറഞ്ഞു അസോസിയേഷനുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ പറഞ്ഞു. ഈ ഒരു ചെറിയ ആവശ്യമായിട്ട് അസോസിയേഷനിലേക്ക് ചെന്ന ഞാൻ പിന്നെ അവരെന്നെ അത്ഭുതപ്പെടുത്തി. ഇത് അവർ ഫേസ്ബുക്ക് ലൈവ് സ്ട്രീം ഇങ്ങനത്തെ ഫങ്ഷൻ എല്ലാം വെച്ച്, അതായത് ഒരു മെമ്പറുടെ ഒരു ചെറിയ കാര്യം പോലും ഒരു വലിയ സംഭവമാക്കി മാറ്റുന്ന ഒരു അസോസിയേഷനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. വ്യത്യസ്തമായ ഈ അസോസിയേഷനെ നമ്മളൊരു സത്യത്തിൽ തിരിച്ചറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ അസോസിയേഷനോട് എനിക്കുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഒരു വലിയ മെമ്പർ എന്ന നിലയിൽ ഞാൻ എന്നെ ഇവിടെ അത് രേഖപ്പെടുത്തുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ബുക്കിലുണ്ട്, നിങ്ങളെല്ലാം വായിക്കും. താങ്ക്സ്. Thank you, sir. Thank you for those words and for giving us such a book. Now the duty is rested upon Advocate M.R. Hariraj sir, Vice President of KCA, to deliver vote of thanks. I would like to invite Hariraj sir. Brother, respected and beloved on and off the stage. It's usually said that a scholar who refuses to share what he learns is like a very beautiful flower which doesn't have any fragrance. So I think I will not be wrong in overstepping the protocols here and first thanking the beautiful flower among us today, Advocate Bobby, for making this event possible by probably burning his
midnight oil. And as he said, this beautiful flower has given us a pudding. We will certainly eat it, find the proof of its sweetness. I think all of us will do that. And this beautiful function has been graced by the presence of another beautiful flower among us, Justice Bechu Kurian Thomas, who has always been very enthusiastic about all our academic activities. I thank you, sir, for being among us. And the right choice to receive the first book, a person who will certainly read it, Asif Ali sir. He is another doyen among us of our bar who is too much into academic world. I am for the first time hearing a speech from him which doesn't cite a judgment. Thank you, sir, but of course I would have expected a judgment somewhere. And all others who are present here, the president, the secretary, all the members who are here, I thank one and all. I especially thank Mr. Aditya Nedapalli for being a wonderful MC over here. If you have not noticed, that is the first time this committee is having a committee member as the master of ceremony. The reason is we couldn't find anybody else. He has taken up this very onerous task just about half an hour back and has performed extremely well. Thank you everybody, and certainly please search for the proof of that pudding. Thank you.